തങ്കത്തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി തേലിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ. ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഈവനിങ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നൊരു ഈവനിങ് വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ എന്താണ് വൈകുന്നേരം കുറച്ച് നേരം ഇതിലേ നടക്കുക, ഫുഡ് അടിക്കുക, കിടന്ന് ഉറങ്ങുക, അതൊക്കെ തന്നെയാണെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്താണ് ഏട്ടൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ നല്ല കാറ്റുണ്ട്, മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു, ഇപ്പം ജസ്റ്റ് ഒന്ന് നിന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല കേട്ടോ, മഴ ചാറുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നല്ല കാറ്റാണ് കേട്ടോ, തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വെറുതെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ആസ്വദിച്ചിട്ടിരിക്കുമായിരുന്നു. ഏട്ടൻ വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെന്താണ് പിന്നെ അപ്പം ഏട്ടൻ വന്നു കഴിഞ്ഞിട്ട് ചിലപ്പം നമ്മൾ പുറത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് തീർന്നിരിക്കുന്ന അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാൻ, അതായത് നമ്മളുടെ പാല്, തൈര്, അങ്ങനെ 3-4 ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ സൺഡേ ആണെങ്കിലും ചിലപ്പം ഏട്ടന് വർക്കിംഗ് ആയിരിക്കും കേട്ടോ. നല്ല കാറ്റ്. അപ്പോൾ ചിലപ്പോൾ ഏട്ടന് വർക്കിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് വന്നു കഴിഞ്ഞാൽ, ഇന്നലെ വരെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. സോ ഇന്ന് വന്നു കഴിഞ്ഞാലാണ് കൺഫേം ആയിട്ട് അറിയത്തുള്ളൂ. അപ്പോൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് പോവും. ഇനി നാളെ ഇല്ലെന്ന് ആണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ പോകത്തുള്ളൂ. ആസ് യൂഷ്വൽ നമ്മൾ സൺഡേ ആണ് പോവാറ്, അപ്പം അങ്ങനെ പോകത്തുള്ളൂ. അപ്പം ഞാനൊരു ഈവനിങ് വ്ളോഗ് എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവന്മാർ ചിലപ്പം തുണി നനയ്ക്കാനായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഷോർട്സ് ആയിട്ട് ഞാൻ എടുത്തെന്ന് തോന്നുന്നു, എന്തോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പം വന്ന കുമാർ നമ്മൾ കുറേ നേരം മൂവിയൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പം അല്ല, കുറച്ച് നേരം മുമ്പ് പോയി ഇനിയിപ്പം രാത്രിയിൽ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. സോ അപ്പം അവരും വരുമായിരിക്കും. അപ്പം നമ്മൾ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, വരിക നമ്മൾ ഇറങ്ങാൻ പോകുന്നില്ലല്ലോ, വീട്ടിലല്ലേ ഇരിക്കണേ. അപ്പം എന്താണെന്ന് വെച്ചാൽ നടക്കുന്നത് ഞാൻ വ്ളോഗ് എടുക്കാം. ഓക്കെ. അപ്പം ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം ഒരു 15 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് മഴ ആയതുകൊണ്ട് നമുക്ക് നടക്കാൻ പോകാനായിട്ട് പറ്റില്ല. രാവിലെ ഞാൻ നടക്കാൻ പോയിട്ടോ. രാവിലെ ഞാൻ നടന്നിട്ടാണ്, മഴ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ നടക്കാൻ പോയി. ഈവനിങ് നമുക്കിനി നടക്കാൻ പോകാനായിട്ട് പറ്റില്ല, കാരണം മഴ കൂടി വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ 15 മിനിറ്റ്സ് ഞാൻ വേഗം പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് വരാം. മാറ്റല്ലേ കണ്ടിട്ട് ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വന്നതാണ്. കാരണം ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഏട്ടൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ നാളെ ചിലപ്പം എനിക്ക് തോന്നുന്നു പോണായിരിക്കും തോന്നുന്നു, എന്താണെന്നറിയില്ല. അപ്പോൾ വിളിച്ചിട്ട് വേഗം റെഡി ആയിട്ട് താഴേക്ക് ഇറങ്ങി നിൽക്ക്, ഏട്ടൻ വരുമ്പോഴത്തേക്ക് നമുക്ക് പോയിട്ട് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ടതാണ്. അതെ, ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നതാണ്. അപ്പം എന്താ, അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, എനിക്ക് റെഡി ആവാനായിട്ടൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് ജംഗ്ഷനിൽ വരെ പോകുന്നുള്ളൂ, എങ്കിലും പോകുന്നതുകൊണ്ട് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. സാധാരണ ഞാൻ നോർമലി ഇട്ട ഡ്രസ്സിൽ തന്നെയാണ് ഞാൻ പോവാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് തൊട്ടടുത്താണ്. പക്ഷെ ഇന്നിപ്പം വെറുതെ ഒരു രസം, കാരണം നമ്മളിപ്പോൾ വേറെ എങ്ങും പോകുന്നില്ല എന്നൊരു ഉറപ്പ് വന്ന സ്ഥിതിക്ക് ഇത് ഡ്രസ്സൊക്കെ എടുത്ത് ചേഞ്ച് ചെയ്തിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം അങ്ങനെയെങ്കിലും പുറത്ത് പോകുന്ന ഒരു ഫീൽ വന്നോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പം നമ്മൾ എന്തായാലും എവിടെയാണ് പോവാം? എനിക്ക് തോന്നുന്നു സൂപ്പർ മാർക്കറ്റിൽ പോകണം, പിന്നെ മെഡിക്കൽസിൽ പോകണം കേട്ടോ. കാരണം എൻ്റെ കൈ കണ്ടോ, നല്ല രീതിക്ക് പൊള്ളിയിട്ട് ഇങ്ങനെ ആ ഒരു ബബിൾസ് പോലെ വരില്ലേ, എന്നിട്ട് അത് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട്, കാരണം ഇത്രയും ഏരിയ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് നീറുന്നുണ്ട്. അപ്പം അതിന് മെഡിസിൻ വാങ്ങണം, ഓയിൻമെൻറ്റ് എന്തെങ്കിലും വാങ്ങണം. ഇവിടെ ഇരിക്കുന്നുണ്ടെന്നാണ് ഞാൻ ആക്ച്വലി ഓർത്തത്, ബട്ട് ഇവിടെ ഒരു കുന്തോ ഇല്ല. അപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ ഏട്ടൻ്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അത് കാണുന്നില്ല, ബോക്സേ കാണുന്നില്ല. അപ്പം എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് വാങ്ങണം. അപ്പം എനിക്ക് എന്തായാലും മെഡിക്കൽസിൽ പോകണം, പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോകണം, പിന്നെ പറ്റുവാണെങ്കിൽ മലയാളിക്കടയിൽ കയറി അരി വാങ്ങണം. അരി വാങ്ങുന്നത് വളരെ അർജൻറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ഇനി എനിക്ക് തോന്നുന്നത് കുറച്ചരി മാത്രമേ ഇരിക്കുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ അരി വാങ്ങാനായിട്ട് ചെന്നു. അരി വാങ്ങാൻ ചെന്നപ്പം
അരി ഇല്ലായിരുന്നു. അവിടെ നമുക്ക് ലൂസായിട്ട് അരി തരത്തില്ല കേട്ടോ. അവിടെ റെസ്റ്റോറൻറ്റ് കൂടി ഉള്ളതുകൊണ്ട് ലൂസായിട്ട് നമുക്ക് അരി കിട്ടില്ല, പാക്കായിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ പാക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു തുള്ളി അരി വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൈയും കാലും കൈയും കാലും പിടിച്ച് ഞാൻ 1 കിലോ അരി വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് എന്നോട് വ്യാഴാഴ്ച ചെല്ലാൻ പറഞ്ഞു. പിന്നെ ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല കേട്ടോ. പിന്നെ ഇന്നാണ് പോകുന്നത്. അപ്പം ഇന്നിന് ചെല്ലുമ്പോൾ അറിയാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇന്നുകൂടി ഇല്ലെങ്കിൽ ഇനി ആ ചേട്ടൻ എനിക്ക് ലൂസ് തരത്തുമില്ല കേട്ടോ. അപ്പം പോയി നോക്കാം എന്താന്നുള്ളത്. അപ്പം എന്തായാലും ഞാൻ താഴേക്ക് ഇറങ്ങാമെന്ന് ഓർത്തു. കാരണം മഴയുണ്ട്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്തായാലും താഴെ നമ്മുടെ പാർക്കിങ്ങിൽ പോയി നിൽക്കാം. നമുക്ക് ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഓക്കെ, അപ്പം നമ്മൾ റെഡിയായി. ഞാൻ താഴേക്ക് ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഫോൺ എടുക്കട്ടെ കേട്ടോ. മൊബൈൽ എടുക്കാണ്ട് ചെന്നിട്ട് എന്തിനാ വന്നേന്ന് ചോദിക്കും. ഒന്നാമത്തെ കാര്യം അതിനകത്താണ് ജിപേ ഉള്ളത്. ഈശ്വര, ഓക്കെ, ഇതിനകത്താണ് ജിപേ ഉള്ളത്. പിന്നത്തെ കാര്യം പറയാം. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താ സാധനം വാങ്ങണ്ടേന്ന് ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത് ഇതിനകത്താണ്. എന്നുവെച്ചാൽ ഞാൻ ഇതൊന്നും ഇല്ലാണ്ടാണ് പോകുന്നത്. അപ്പോൾ കീ ഇല്ല, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ പുറത്തിറങ്ങിയിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ, കിട്ടിപ്പോച്ച്. അങ്ങനെ ഏട്ടൻ വന്നെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കാണ് കേട്ടോ ഞാൻ നേരെ താഴേക്ക് ഇറങ്ങിയത്. കാരണം നേരത്തെ ഇറങ്ങി നിൽക്കാതിരുന്നത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ മഴ ചാറുന്നുണ്ടായിരുന്നെന്ന്. പിന്നെ നല്ല രീതിക്ക് പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് കുറഞ്ഞു. പിന്നെ എന്തായാലും പുറത്തിറങ്ങി നിൽക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഏട്ടൻ വന്ന് അങ്ങനെ നമ്മളിതാ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിത് മ്യൂട്ട് അടിച്ചെന്ന് സൗണ്ട് ഇങ്ങനെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വണ്ടിയിൽ ഏട്ടൻ ഫുൾ സൗണ്ടിൽ പാട്ട് നിർത്താൻ ഏട്ടൻ സമ്മതിക്കത്തേ ഇല്ല കേട്ടോ. അതാണ് മിക്കവാറും ഞാനും ഏട്ടനും പോകുന്ന സമയത്ത് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. എന്തെന്ന് ചേട്ടൻ ഏട്ടൻ എങ്ങനെയാണ്, ഏട്ടന് പാട്ട് കേട്ടോണ്ടേ പോകാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഞാനൊന്ന് ടൈം കിട്ടുമ്പോൾ ഇച്ചിരി ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാനങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തൊട്ടുള്ള കഥകൾ ഇങ്ങനെ ഏട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കറിയില്ല എല്ലാവരും ഇങ്ങനെയാണോ എന്ന്. ഞാനിങ്ങനെ കേട്ടോ വൈകുന്നേരം വന്നാൽ ഏട്ടനാണത് ഫുള്ള് കേട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. കംപ്ലീറ്റ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം പോലും ഇടാണ്ട് ഇങ്ങനെ പറഞ്ഞ് കേൾപ്പിക്കും. അപ്പോൾ അതായത് ഒരു ബീഗിളിനെ നമ്മുടെ ബൈക്കിൽ വെച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. എനിക്കിതിന് മരുന്ന് വാങ്ങിച്ചു തരണം. എൻ്റെ കൈയും പൊള്ളിച്ചിട്ടുണ്ട്. എൻ്റെ കൈ പൊള്ളിച്ചതായിട്ട് ഏട്ടനോട് ഞാൻ വഴക്കുണ്ടാക്കിയപ്പോൾ ഏട്ടന് ഇല്ലല്ലോ, ഇപ്പുറത്തില്ലേ, അതിന്റെ ഫ്രണ്ടിൽ സ്ഥലം ഉണ്ടാവൂലോ. എവിടെ? അവിടെ ഇടും. ബീഫല്ല, മട്ടൺ ഷോപ്പ്. എല്ലാ മട്ടൺ ഷോപ്പിന്റെ ഫ്രണ്ടിൽ നമ്മുടെ പാർക്കിംഗ് ഏരിയയാണ്. പോവാം. ഇവിടുന്ന് അവിടെ വരെ നടക്കണോ? അങ്ങനെ നമ്മൾ കടയുടെ കുറച്ച് ഇപ്പുറത്താട്ടോ പാർക്ക് ചെയ്തത്. കാരണം കടയിൽ നമുക്ക് പാർക്കിങ്ങേ കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ നേരെ കടയിൽ കയറി വേണ്ട സാധനം നമ്മൾ പാല്, തൈര്, ബ്രെഡ് ഐറ്റംസ് ഒക്കെ എടുത്തു. പിന്നെ ഏട്ടന് 2 ലേസ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതായി ഫ്രൂട്ട്സൊക്കെ, ഇതൊക്കെ നോക്കിയെടുക്കുന്ന ആളെ ഏട്ടനാണ് ഫ്രൂട്ട്സ്. ഞാനിതിൻ്റെ സെക്ഷനിലേക്കേ പോകാറില്ല. കാരണം നല്ലതൊക്കെ നോക്കി ഞെക്കി പീച്ചൊക്കെ എടുക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇതിനിടയ്ക്ക് ഇത് ചീത്തയാണോ എന്നൊക്കെയാണ് തൊണ്ട് നോക്കിയൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. എനിക്കിത് എടുക്കാറില്ല, ഏട്ടനാണ് എടുക്കുന്നതും പൊളിച്ച് തരുന്നതും. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ സാധനമൊക്കെ എടുത്തത് ബില്ലടിച്ചു. പാല് നമുക്ക് ബൈ 1 get 1 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പാലൊക്കെ കിട്ടി. അങ്ങനെ നമ്മുടെ സാധനങ്ങളും ഒക്കെ കെട്ടിപ്പെറുക്കി നമ്മൾ നേരെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു മെഡിക്കൽസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓയിൻമെൻറ്റ് വാങ്ങണമായിരുന്നു കേട്ടോ. അപ്പോൾ അതും വാങ്ങി. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് തിരിച്ചതാ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളുടെ സൊസൈറ്റിക്കുള്ളിൽ പോകുന്ന വഴിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ ഫുൾ ഗ്രീനറിയാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഇത്രയും ഗ്രീനറി നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടവും നല്ല സിറ്റി ഡെവലപ്പ് ചെയ്ത് എന്താ പറയുക, അത്യാവശ്യം മരങ്ങളും ഒക്കെ പോയിട്ടുണ്ട്. അറിയാലോ, ഹൈദരാബാദ് അത്യാവശ്യം നല്ല രീതിയിൽ സിറ്റിയാണല്ലോ. അപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ചൊന്ന് പച്ചപ്പ്, അങ്ങനെ ഹരിതാപം പച്ചപ്പും ഒക്കെ ഉള്ളൊരു സാധനമാണ്. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിലെ കെയർ ടേക്കറുടെ കുഞ്ഞുണ്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടായി, ഞാനുമായിട്ട് ഭയങ്കര കൂട്ടാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്നും അവനെ രാവിലെയും വൈകിട്ടും, രാവിലെ പോകുന്നതിന് മുമ്പും വൈകിട്ടും ഇങ്ങനെ വരുമ്പോഴും അവനെ വണ്ടിയിൽ കയറ്റും കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ കുറേ നേരം കയറിയിരുന്ന് വണ്ടിയൊക്കെ ഓടിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പുള്ളി പിന്നെ എന്നും പോവാറ്. അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ നമ്മളെ. അപ്പോൾ അങ്ങനെ
അവനെ കുറച്ച് നേരം കളിപ്പിച്ചൊക്കെ നിന്നിട്ട് ഏട്ടൻ അവനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞൊക്കെ വിട്ടിട്ട് നമ്മൾ തിരിച്ച് പതുക്കെ റൂമിലേക്ക് സാധനമൊക്കെ ആയിട്ട് പോകണം. കാരണം എന്താണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ, ഈ പരിപാടി മാത്രം പോരല്ലോ. ദുഷ്ടനെ കണ്ട ദുഷ്ടൻ. എന്റെ വീടെത്തി, ഞാൻ പോണം, ആരെയും കൂട്ടുന്നില്ല, ഞാൻ പോവാ. ആർക്ക് തിണ്ടി ഇത്ര നേരം ഫാൻ ഇടാതിരുന്നിട്ട് ഞാൻ ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പോൾ ഫാൻ ഓണാക്കിയിട്ട് ലിഫ്റ്റ് താഴേക്ക് വിട്ട്. സൈക്കോയാണ് ഞാൻ, സൈക്കോ. സൈക്കോ അല്ല, നീ വലിയ എന്തോ സൈക്കോയ. ഏട്ടൻ്റെ ഇവിടെ കിടന്ന ബാക്കി ഷൂസ് 2 എടുത്ത് ഞാൻ അതിനകത്ത് വെച്ച് ഇവിടെ ഇത്ര വൃത്തിയാക്കിയത് ഞാൻ കേട്ടല്ലോ. നീ ഇവിടെ എങ്ങനെ നിരത്തിയാലുണ്ടല്ലോ. ഞാൻ അത്ര ഗുഡ് ഗേളൊന്നും അല്ല, വളരെ മോശമാണ് ചില സമയത്ത് എൻ്റെ സ്വഭാവം. എനിക്ക് തന്നെ പിടിക്കില്ല. പണിയെടുക്കുന്നത് ഞാൻ കണ്ടോ, ആ കയ്യിൽ സാധനം, ഈ കയ്യിൽ സാധനം. അങ്ങനെ ഏട്ടനുമായിട്ട് വഴക്കുണ്ട്. ഇത് വഴക്കുണ്ടാക്കുന്നൊന്നുമല്ല കേട്ടോ, നമ്മളെപ്പോഴും ഇങ്ങനെയാണ്, എന്ത് പറഞ്ഞാലും തർക്കുത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയത്തുള്ളൂ. പക്ഷേ അത് സ്നേഹം കൊണ്ടുള്ള തർക്കുത്തരമാണ്, എന്താ പറയുക, അത്രയൊക്കെ തന്നെ കേട്ടോ. പിന്നെ നമ്മൾ സാധനമൊക്കെ വന്നിട്ട് വാങ്ങിയതൊക്കെ എടുത്ത് വെച്ചിട്ട്, അപ്പം ഞാൻ ഫ്രൂട്ട്സ് എടുത്തത് അങ്ങനെ എടുത്ത് മാറ്റി വെക്കുമായിരുന്നു. കാരണം അത് ഏട്ടൻ്റെ സെക്ഷനാണ്, എവിടെയാണെന്ന് വെച്ചാൽ വെക്കുമെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മളിതാ ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ കോളിഫ്ലവർ മസാല വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ബ്രെഡ് ഇങ്ങനെ ആവി കയറ്റില്ലേ, അപ്പോൾ അത് ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടന് കോളിഫ്ലവർ മസാലയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നോൺ വെജ് അല്ലാതെ ഏട്ടൻ കുറച്ചെങ്കിലും ഒന്ന് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോളിഫ്ലവർ, അതുപോലെ ഗ്രീൻ പീസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുളിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ എന്നാൽ ഫുഡ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വിശക്കത്തില്ലല്ലോ, നമ്മളൊത്തിരി ലേറ്റ് ആവാണ്ട് നമ്മളിപ്പോൾ നേരത്തെ ഫുഡും കഴിക്കും. ഒരു 7:30, 8 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫുഡും കഴിക്കും കേട്ടോ. കഴിയും. അതിപ്പം എൻ്റെ കൂടെ കൂട്ടി ഞാൻ ഏട്ടനെയും അങ്ങനെ ഒരു രീതിയിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കും, നമുക്ക് നേരത്തെ കിടന്നുറങ്ങാം, പിന്നെ രാവിലെ വെളുപ്പിനെ നേരത്തെ എണീക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഡിന്നർ ഇപ്പോൾ എപ്പോഴും നേരത്തെ കഴിക്കും. അങ്ങനെ ബ്രെഡാണ് കേട്ടോ ആവി കയറ്റാൻ വെച്ചു. എന്നിട്ട് ഇതാ ഇങ്ങനെ ബാക്കി വരുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വെക്കുക. എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും വെക്കുക. ഞാനതൊരു ഷോർട്സിൽ കണ്ടതാണ്, പിന്നെ തൊട്ട് ഞാനും അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു സംഭവമാണ്. അത് കാറ്റ് കയറത്തൊന്നുമില്ല, എന്താ തണുപ്പടിക്കത്തൊന്നുമില്ല, ബ്രെഡ് നന്നായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഏട്ടെന്താ ഒരു മൂവി അല്ല, ഇത് സീരീസാണ്. ഇത് കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുകയാണ്. ഞാൻ ആ സമയത്ത് പാത്രമൊക്കെ കഴുകി ക്ലീനാക്കി വെക്കുകയായിരുന്നു കേട്ടോ. സീരീസ് എന്തായിരുന്നു, ചട്നി സാമ്പാർ എന്ന് പറഞ്ഞ സീരീസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിക്കോളൂ, നല്ല സീരീസാണ് കേട്ടോ. വെച്ചാൽ കുറേ ചിരിക്കാനുണ്ട് അതിനകത്ത്. അത് ആക്ച്വലി ഒരു സ്റ്റോറി ഉണ്ട് അതിൽ, പക്ഷേ എന്നാലും കൂടുതലും കുറച്ചുകൂടെ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആണത് തരുന്നത് കേട്ടോ. എനിക്കങ്ങനെയാണ് കിട്ടിയത്. നോർമലി ഞാൻ അങ്ങനെ സീരീസ് ഒന്നും കാണുന്ന ഒരാളെ അല്ല കേട്ടോ, പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അത് കഴിഞ്ഞ് കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഏട്ടനൊരു ചായ വേണമെന്ന് പറഞ്ഞ് ചൂടോടെ. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, പാല് മേടിച്ചതല്ലേ, പുതിയ പാലിലൊക്കെ പൊട്ടിച്ച് ചായയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏട്ടന് ചായ കേട്ടോ, ഞാൻ ചായ കുടിക്കില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഈവനിങ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് സീരീസൊക്കെ കണ്ട് പിന്നെ കിടന്നുറങ്ങി. സോ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും കേട്ടോ. സോ ബൈ, സീ യു. കൺകോണിൽ നിന്നും പൊന്നായി കാത്തോളം ഒന്നും മിണ്ടാരെന്തേ നീ പോകുന്നേ.